of application of biotechnology in the field of agriculture ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 എക്സാമ്പിളാണ് പഠിക്കുന്നത്. 2 പ്ലാന്റിന്റെ ക്യാരക്ടറാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ആണ് BT cotton. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് BT cotton. What is a BT cotton? BT cotton എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കോട്ടൺ പ്ലാന്റ് ഇല്ലേ, ആ കോട്ടൺ പ്ലാന്റിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള വെറൈറ്റി ആണ് BT cotton. ഓക്കെ, ജീനെ ട്രാൻസ്ഫർ ചെയ്താൽ ഓർഗാനിസം വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഓക്കെ, അപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അല്ലെങ്കിൽ നമ്മളതിനെ ട്രാൻസ്ജെനിക് ഓർഗാനിസം എന്ന് പറയും. ട്രാൻസ്ജെനിക് ഓർഗാനിസം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസ്ജെനിക് പ്ലാന്റ് ആണ് BT cotton എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ജെനിക് മീൻസ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സിനിമ വെച്ചിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. 7ാം അറിവ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? സൂര്യയുടെ 7ാം അറിവ് എന്ന് പറയുന്ന സിനിമയിൽ അതിൽ സൂര്യൻ അവസാനം കൊണ്ടിട്ടൊരു വലിയൊരു കുപ്പിക്കകത്തിട്ടിട്ട്, ആ കുപ്പിയാണ് ഒരു ബയോ റിയാക്ടർ എന്ന് പറയുന്നത്. ആ ഒരു കുപ്പിക്കകത്തിട്ടിട്ട് നമ്മൾ അവർ ചെയ്യുന്നത്, അയാളുടെ ബോഡിക്കകത്ത് അയാളുടെ ആൻസിസ്റ്റർ ആയിട്ടുള്ള ഒരാളുണ്ട്, ബോധിധർമ്മൻ എന്ന് പറയുന്ന വലിയൊരു ജീനസ്. ആ ആൻസിസ്റ്ററിന്റെ, ബോധിധർമ്മൻ എന്ന് പറയുന്ന ആൻസിസ്റ്ററിന്റെ ജീൻ അയാളുടെ ബോഡിക്കകത്ത്, അയാളുടെ ബോഡിയുടെ ജീനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഒരു 80% കൂടുതൽ ബോഡി ജീൻ മാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാച്ച് ചെയ്യുന്ന ജീനെ അവർ ഡോമിനന്റ് ആക്കിയിട്ട് മാറ്റി ചെയ്യുന്നത് അല്ലേ, പുതിയ ജീനെ ട്രാൻസ്ഫർ ചെയ്യുന്നതല്ല. ഓൾറെഡി സൂര്യയുടെ ബോഡിക്കകത്തുള്ള ജീനിനെ ഒന്ന് ഡോമിനന്റ് ആക്കിയിട്ട് മാറ്റാം. അതിന്റെ ക്യാരക്ടറൊക്കെ ഹൈഡ് ചെയ്തിട്ടുള്ളത് റെസസീവ് ആണ്. ആ റെസസീവ് ആയിട്ടുള്ള ജീനെ ഒന്ന് ഡോമിനന്റ് ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഉള്ള ജീനിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുകയാണ് ഇതിനെ. അങ്ങനെ മോഡിഫൈ ചെയ്താൽ നമ്മുടെ 7ാം അറിവിലെ സൂര്യനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് സൂര്യ അല്ലേ. അപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് സൂര്യ മീൻസ് എ സൂര്യ വിത്ത് മോഡിഫൈഡ് ജീൻ. എ സൂര്യ വിത്ത് മോഡിഫൈഡ് ജീൻ. ഓക്കെ, അപ്പൊ ഇതൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ്. ഇതേപോലെ മറ്റൊരു സിനിമയുണ്ട്, മാട്രാൻ എന്ന് പറഞ്ഞൊരു സിനിമ. മാട്രാൻ സൂര്യയുടെ തന്നെ സിനിമയാണ്. അതിൽ ഏറ്റവും അവസാനം സൂര്യനെ സ്വന്തം അച്ഛൻ തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു മകന്റെ ചോദ്യമാണ് സൂര്യ ചോദിക്കുന്നതാണ് അച്ഛനോട്, നിങ്ങളുടെ സ്വന്തം മകനായ എന്നെ നിങ്ങൾക്ക് എങ്ങനെ കൊല്ലാൻ വേണ്ടി കഴിയുന്നു? അപ്പൊ അതിനെ തിരിച്ച് അച്ഛൻ്റെ മറുപടി, അതിന് നീ എൻ്റെ മകൻ അല്ല, എൻ്റെ മാത്രം മകനല്ല, 10 ആൾക്കാരുടെ ജീൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു മകനാണ് നീ. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള 10 ആൾക്കാരുടെ ജീൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു മകനാണ്. അതിൽ പോപ്പുലർ ആയിട്ടുള്ള പല ആൾക്കാരുണ്ട് അല്ലേ. ഈ ആൾക്കാരുടെ ഒക്കെ ജീനെ ആർട്ടിഫിഷ്യലായിട്ട് സിന്തസൈസ് ചെയ്തു, കെമിക്കലി സിന്തസൈസ് ചെയ്തു. ആ ജീനിൽ എന്നിട്ട് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? സൂര്യയുടെ ബോഡിക്കകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, മകന്റെ ബോഡിക്കകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ മകനെ, ആ സൂര്യനെ വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നു ജനറ്റിക്കലി മോഡിഫൈഡ് സൂര്യ. Then what is genetically modified സൂര്യ? ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോറിൻ ജീനെ ട്രാൻസ്ഫർ ചെയ്തതാണ്. ഓക്കെ, ഒരു ഫോറിൻ ജീനെ ഡെവലപ്പ് ചെയ്തു, അതിനെ ഒരു ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയുള്ള ഓർഗാനിസത്തിന് വിളിക്കുന്ന പേരും ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്നാണ്. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ആരാ? What is genetically modified organism? An organism with a modified gene or a foreign gene. Any organism with a modified gene or foreign gene are called genetically modified organism or transgenic organisms. അങ്ങനെയാണെങ്കിൽ നമ്മുടെ BT cotton എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെനിക് പ്ലാന്റ് ആയിരിക്കും. ഈ പ്ലാന്റിന്റെ പ്രത്യേകത ഇൻസെക്ട് റെസിസ്റ്റൻസ് ഉള്ള പ്ലാന്റ് ആണ്. ഇൻസെക്ട് റെസിസ്റ്റൻസ് ഉള്ള പ്ലാന്റ് ആണ് ആര്? BT cotton. What is BT cotton? It is an insect resistant transgenic plant. Insect resistant transgenic plant. Okay. ഇനി മക്കളെ ഇത് ഇൻസെക്ട് റെസിസ്റ്റന്റ് ആണെങ്കിൽ ആ ക്യാരക്ടർ, ഇൻസെക്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ ബയോടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തിരിക്കണ്ടേ? എങ്ങനെ ബയോടെക്നോളജി വഴി ഈ പറഞ്ഞ ഇൻസെക്ട് റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുത്തു? പറയട്ടെ. ചെയ്തത് ബാസിലസ് തുരിഞ്ചിയൻസിസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയയിൽ നിന്നും, ബാസിലസ് തുരിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നും ക്രൈജീൻ എന്ന് പറയുന്ന ഒരു ഇൻസെക്ട് റെസിസ്റ്റന്റ് ജീനെ ഐസൊലേറ്റ് ചെയ്തു. ബാക്ടീരിയയിൽ നിന്നും
ക്രൈജീൻ എന്ന് പറയുന്ന ജീനെ ഐസൊലേറ്റ് ചെയ്തു. ഓക്കെ, ഈ ക്രൈജീൻ എപ്പോഴും ജീൻ പ്രോഡക്റ്റ് ആക്കും അല്ലേ. ക്രൈജീൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. ആ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ക്രൈ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പ്രോട്ടീൻ എന്ന് പറയും. ക്രൈ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പ്രോട്ടീൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രൈജീൻ ക്രിസ്റ്റൽ പ്രോട്ടീൻ ഉണ്ടാക്കി. ഈ ക്രിസ്റ്റൽ പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആരെ റെസിസ്റ്റ് ചെയ്യുന്നത്? ഇൻസെക്ട്സിനെ. ഓക്കെ, അപ്പോൾ നമ്മളൊന്നും കൂടി ബീറ്റി കോട്ടൺ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യുന്നു. വാട്ട് ഇസ് ബീറ്റി കോട്ടൺ? ഇറ്റ് ഈസ് എ ട്രാൻസ്ജനിക് ഇൻസെക്ട് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്. ഓക്കെ, അത് മുൻപ് പറയാൻ പറ്റുമോ മറ്റൊരു കാര്യം കൂടിയിട്ട്. നമ്മൾ പറഞ്ഞു ഇൻസെക്ട്സിന് റെസിസ്റ്റ് ചെയ്യും അല്ലേ. ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സിനാണ് നമ്മുടെ പ്ലാന്റ് റെസിസ്റ്റ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ്? പറയട്ടെ, 3 ടൈപ്പ് ഇൻസെക്ട്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര്, ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ലെപ്പിഡോപ്റ്റിറൻസ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് കോൾഡ് ലെപ്പിഡോപ്റ്റിറൻസ്. ലെപ്പിഡോപ്റ്റിറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോൾ വേംസ് എന്ന് പറയുന്ന കാറ്റഗറി, അതേപോലെ തന്നെ മോത്തുകളില്ലേ ഇൻസെക്ട്സിൽ, ഈ മോത്തുകളൊക്കെയാണ് ഏത് ഗ്രൂപ്പിൽ വരുന്നത്? ലെപ്പിഡോപ്റ്റിറൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്, വേംസ് ആൻഡ് മോത്ത്. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് ആണ് കോളിയോപ്റ്റിറൻസ്. കോളിയോപ്റ്റിറൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് ബീറ്റിൽസ്. ഓക്കെ, മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് ആണ് ഡിപ്റ്ററൻസ്. ഡിപ്റ്ററൻസ് മീൻസ് നമ്മുടെ മൊസ്കിറ്റോ, ഫ്ലൈസ് എക്സെട്ര. റെഡി? ഇതൊക്കെയാണ് ഇൻസെക്ട് ഗ്രൂപ്പ്. ഈ പറഞ്ഞ ഇൻസെക്ട് ഗ്രൂപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന പ്ലാന്റ് ആണ് ബീറ്റി കോട്ടൺ. ഓക്കെ, വാട്ട് ഇസ് ബീറ്റി കോട്ടൺ? It is an insect resistant transgenic plant. They can resist the type of insects like Lepidopterans, Coleopterans and Dipterans. Lepidopterans are worms and moth, Coleopterans beetles, Dipterans flies. വായിക്കാൻ ബുദ്ധിമുട്ട് വരുന്നൊരു ടേമാണ് ഈ പറഞ്ഞ 3 ഇൻസെക്ട്സിന്റെ പേരുകൾ, ഗ്രൂപ്പിന്റെ പേരുകൾ ലെപ്പിഡോപ്റ്റിറൻസ്, കോളിയോപ്റ്റിറൻസ് ആൻഡ് ഡിപ്റ്റിറൻസ്. നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും ഈ പേര് വോയിസ് ചെയ്യിക്കും. നന്നായിട്ട് പഠിച്ചു വെച്ചോ. ലെപ്പിഡോപ്റ്റിറൻസ്, കോളിയോപ്റ്റിറൻസ് ആൻഡ് ഡിപ്റ്റിറൻസ്. ലെപ്പിഡോപ്റ്റിറൻസ് ആർ worms and moth, കോളിയോപ്റ്റിറൻസ് ആർ beetles, dipterans are flies. ഈ പറഞ്ഞ ഇൻസെക്ട്സ് ഗ്രൂപ്പിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യും. Why the plants can resist insects? Because they have a foreign gene called the cry gene obtained from a bacterium Bacillus thuringiensis, which produce a protein called cry protein or crystal protein. നോക്ക് മക്കളെ, നമ്മൾ പറഞ്ഞത് ഈ ക്രൈ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പ്രോട്ടീൻ ആണ് ആരെ റെസിസ്റ്റ് ചെയ്യുന്നത്, ആരെ ഇല്ലാണ്ടാക്കുന്നത്? ഇൻസെക്ട്സിനെ. പക്ഷെ ഒരു പ്രശ്നം നോക്കിയേ, ഈ ക്രൈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ക്രൈജീൻ നമ്മൾക്ക് കിട്ടിയത് ബാക്ടീരിയ അല്ലേ. ക്രൈജീൻ നമ്മൾ ഐസൊലേറ്റ് ചെയ്തത് ബാക്ടീരിയ. ഈ ക്രൈജീൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് പ്ലാന്റിലേക്കാണ്. ഓക്കെ, പക്ഷെങ്കിൽ ഈ ക്രൈജീൻ ഉണ്ടാക്കുന്ന ക്രൈ പ്രോട്ടീൻ നശിപ്പിക്കുന്നത് ആരെ മാത്രം? ഇൻസെക്ട്സിനെയാണ്. അപ്പോൾ ഒരു ചോദ്യമില്ലേ, why the cry protein does not kill the bacterium or the plants? Because the genes are genes from bacterium and is transferred into the plants, but they selectively kills the insects. Why they selectively kill the insects? എന്തൊരു കാരണം ഉണ്ടാവില്ലേ? നോക്കട്ടെ, ഈ ക്രൈ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്നറിയോ? ക്രൈ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പ്രോട്ടീൻ്റെ പ്രത്യേകത, ഈ ക്രിസ്റ്റൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്രൈ പ്രോട്ടീൻ പ്ലാന്റ്സിലും അതുപോലെ ബാക്ടീരിയയിലും ഉണ്ടാവുന്നത് ഇനാക്റ്റീവ് ഫോമിലാണ്. ആ ഇനാക്റ്റീവ് ഫോമിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോക്സിൻ. ഓക്കെ, ഇനാക്റ്റീവ് സ്റ്റേജിലാണ് എവിടെ ഉണ്ടാവുന്നത്? നമ്മുടെ പ്ലാന്റിലും അതുപോലെ തന്നെ ബാക്ടീരിയയിലും. ആ ഇനാക്റ്റീവ് ഫോമിനെ വിളിച്ച പേര് പ്രോട്ടോക്സിൻ.
ഓക്കെ, ഈ പ്രൊട്ടോക്സിൻ അല്ലെങ്കിൽ ഇനാക്റ്റീവ് ടോക്സിൻ ഇൻസെക്ട്സിന്റെ ബോഡിയിലേക്ക് എത്തുമ്പോൾ ആക്റ്റീവായിട്ട് മാറും. അപ്പൊ ഇൻസെക്ട്സിന്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് മാറണമെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ഇല്ല ഇൻസെക്ട്സിന്റെ ബോഡിക്കകത്ത്. ഇൻസെക്ട്സിന്റെ ബോഡിക്കകത്തുള്ള പ്രത്യേകത മാത്രമല്ല, ഈ പ്രോട്ടീൻ എന്തോ പ്രത്യേകത ഉണ്ട്. ഇതിന്റെ പ്രത്യേകത, ഈ പ്രൊട്ടോക്സിൻ എന്ന് പറയുന്ന സാധനം ആക്റ്റീവ് ആവണമെങ്കിൽ ദേ റിക്വയർ എ സ്പെഷ്യൽ കണ്ടീഷൻ ദാറ്റ് വി കോൾ അഡിഷൻ ആൽക്കലൈൻ കണ്ടീഷൻ ആയിരിക്കണം. pH ഹൈ ആൽക്കലൈൻ pH ആയിരിക്കണം. ഇങ്ങനെയുള്ള ആൽക്കലൈൻ pHൽ മാത്രമേ ആര് കൺവേർട്ട് ആവൂ? പ്രൊട്ടോക്സിൻ കൺവേർട്ട് ആയിട്ട് മാറുള്ളൂ. എന്തായിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ? പ്രൊട്ടോക്സിൻ കൺവേർട്ട് ചെയ്തിട്ട് ടോക്സിനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു പ്രൊട്ടോക്സിൻ കൺവേർട്ട് ആയിട്ട് ടോക്സിനായിട്ട് മാറണമെങ്കിൽ ഏത് കണ്ടീഷൻ വേണം? ആൽക്കലൈൻ കണ്ടീഷൻ വേണം. ഈ ആൽക്കലൈൻ കണ്ടീഷൻ എവിടെ നിന്ന് മാത്രമേ കിട്ടൂ? എവിടെ മാത്രമേ ആൽക്കലൈൻ കണ്ടീഷൻ ഉള്ളൂ? ഇൻസെക്ട്സിന്റെ ബോഡിയിൽ മാത്രം ആൽക്കലൈൻ കണ്ടീഷൻ. പ്ലാന്റിലും അതേപോലെ തന്നെ ബാക്ടീരിയയിലും കണ്ടീഷൻ അസിഡിക് കണ്ടീഷനാണ്. ക്ലിയർ അല്ലേ? ആൽക്കലൈൻ കണ്ടീഷൻ എവിടെ മാത്രമേ ഉള്ളൂ? ഇൻസെക്ട്സിന്റെ ബോഡിക്കകത്ത് എവിടെയാണ് ആൽക്കലൈൻ കണ്ടീഷൻ? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻസെക്ട്സിന്റെ ബോഡിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗട്ടിന് 3 പാർട്ടുണ്ട്. ഫോർ ഗട്ട്, മിഡ് ഗട്ട്, ഹൈൻ ഗട്ട് അല്ലേ? അതിൽ മിഡ് ഗട്ടില് കണ്ടീഷൻ ആൽക്കലൈൻ ആണ്, ഹൈ ആൽക്കലൈൻ കണ്ടീഷൻ ആണ് മിഡ് ഗട്ടിൽ. ഈ മിഡ് ഗട്ടിലൂടെ നമ്മുടെ ഈ ക്രൈ പ്രോട്ടീൻ ഈ നമ്മുടെ ഇൻസെക്ട്സ് കോട്ടൺ പ്ലാന്റിൽ വന്നിട്ട് ആ കോട്ടൺ ബോളിനെ തുരന്നിട്ട് അതിനെ തിന്നുക. ഓക്കെ, അതിനകത്ത് തുരന്ന് തിന്ന കുറേ ഇൻസെക്ട്സ് ഉണ്ട്. കോൺ ബോറേഴ്സ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ സ്റ്റമ്മിന്റെ ജ്യൂസ് സക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലീഫിന്റെ ജ്യൂസ് സക്ക് ചെയ്യുക. അങ്ങനെ സക്ക് ചെയ്യുമ്പോൾ ആ ജ്യൂസ് നേരെ അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ പാസ്സാവും. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ പാസ്സാകുമ്പോൾ നേരെ മിഡ് ഗട്ടിലേക്ക് എത്തും. മിഡ് ഗട്ടിൽ കണ്ടീഷൻ എന്തായിരുന്നു? ആൽക്കലൈൻ കണ്ടീഷനാണ്. ഈ ആൽക്കലൈൻ കണ്ടീഷനിൽ പ്രൊട്ടോക്സിൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ടോക്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ടോക്സിനായിട്ട് കൺവേർട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മിഡ് ഗട്ടിൽ അതിന്റെ ബോഡീനെ ലൈൻ ചെയ്യുന്ന സെൽസ് ഉണ്ടാവില്ലേ? ബോഡി ലൈനിങ് സെൽസ് നമ്മൾ വിളിക്കുന്ന പേര് എപ്പിത്തീലിയം എന്നല്ലേ? എപ്പിത്തീലിയം. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂല് ചെറിയ പോസ് ഉണ്ടാക്കും. അപ്പൊ സപ്പോസ് ഇതൊരു ബോഡി ലൈനിങ് സെൽസ് ആണെന്ന് വിചാരിക്കുക. ഈ ബോഡി ലൈനിങ് സെൽസിൽ ഓപ്പണിംഗ് ഉണ്ടാക്കും, പോസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ പോസ് വഴി നമ്മുടെ സെല്ലിന്റെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യും. ബോഡി ഫ്ലൂയിഡ്സും വാട്ടറൊക്കെ സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ സെല്ല് എന്ത് ചെയ്യും? ഡേർട്ടിഡ് ആവും. ഓക്കെ, ആൻഡ് ഫൈനലി ദ ബേസ്റ്റ് ഓപ്പൺ. ഇതെല്ലാം പൊട്ടിപ്പോവും. ഓക്കെ, പൊട്ടിപ്പോകുന്ന ഗട്ട് മാത്രമല്ല, ഫൈനലി ദ ഇൻസെക്ട്സ് ബേസ്റ്റ് ഓപ്പൺ. അങ്ങനെ ഇൻസെക്ട്സ് എത്തും. ഇതാണ് ആക്ച്വലി നമ്മുടെ ബീറ്റി കോട്ടൺ എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ പറയട്ടെ, ബീറ്റി കോട്ടൺ is an insect resistant transgenic plant. They can resist insect groups like lepidopterans, coleopterans and dipterans. Lepidopterans are worms and moth. Coleopterans are beetles. Dipterans are flies. Why they can resist insects? The cotton plants BT cotton have a foreign gene called crygene obtained from a bacterium Bacillus thuringiensis, which produce a protein called cryprotein or crystal protein. They present as protoxin. So the protein does not kill the bacterium or the plants. Protoxin become active only in alkaline pH. They get alkaline pH from the midgut of insects. From there, the protoxin is converted into toxin, which makes pores in the epithelial tissue. Through these pores, water and the body fluids or cell sap enters into the cell, and finally the insects burst open. Okay, ഇതാണ് ബീറ്റി കോട്ടൺ എന്ന് പറയുന്ന പ്ലാന്റിന്റെ പ്രത്യേകത. നമ്മുടെ ക്രൈജീന്റെ പ്രത്യേകത, they are specific in their action. ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ, ഒരു സ്പെസിഫിക് ഇൻസെക്ട്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ജീനാണ്. ഓക്കെ, ഇതുപോലെ കുറെ ക്രൈജീൻ അല്ലെങ്കിൽ ക്രൈ പ്രോട്ടീൻസ് ഉണ്ട്. ഒരു ക്രൈജീനാണ് Cry1AB. Cry IAB എന്നല്ല, Cry1AB. Another one is Cry
2AB. And the one is cry 1AC. Okay. ഇങ്ങനെ ഒരുപാട് ജീൻസ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള 3 ജീനാണ്. cry 1AB, cry 2AB, cry 1AC. cry 1AB, cry 2AB, cry 1AC. അതിൽ cry 1AB യുടെ പ്രത്യേകത they resist cone borers. ഓക്കെ, കോട്ടൺ കോൺ ബോറേഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കോട്ടൺ ബോളിൽ ഉണ്ടാവുന്ന കോൺസ് ഉണ്ട്. ആ കോണിനെ തുരന്ന് നിന്ന ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ട്. ആ ഇൻസെക്ട്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ജീനാണ് cry 1AB. ഇനി cry 2ABയുടെയും 1AC-യുടെയും പ്രത്യേകത they can resist cotton bollworms. Ready? Ball BALL. റെഡിയാണോ? കോട്ടൺ ബോൾവർംസിനെ റെസിസ്റ്റ് ചെയ്യുന്ന വെറൈറ്റി ആണ് cry 2ABയും cry 1AC. റെഡി? നമ്മൾ പറഞ്ഞതല്ലേ, സ്പെസിഫിക് ആണ് ഇവരുടെ ഫംഗ്ഷൻ. കോൺ ബോറേഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന cry 1AB, ബോൾവർംസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന cry 2ABയും cry 1AC. ക്ലിയർ ആണ്? അപ്പോൾ സ്പെസിഫിക് ഫംഗ്ഷനുള്ള ജീൻസ് ആണ് ക്രൈ ജീൻ എന്ന് പറയുന്നത്. ഈ ക്രൈ ജീൻ ക്രൈ പ്രോട്ടീൻ ഉണ്ടാക്കും. പ്രോട്ടീന്റെ പ്രത്യേകത മറക്കണ്ട. they become active toxin only in alkaline condition. From where they get alkaline condition? From the midgut. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മുടെ BT കോട്ടൺ എന്ന് പറയുന്ന പ്ലാന്റ് കഴിയും. BT കോട്ടനെ കുറിച്ച് നമ്മൾ പറയാം. BT കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇൻസെക്ട് റെസിസ്റ്റന്റ് പ്ലാന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് BT കോട്ടൺ. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കും കേട്ടോ. പ്രാക്ടിക്കൽ എക്സാമിനും നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബയോ റിയാക്ടർ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ക്ലോണിംഗ് വെക്ടർ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കാറുണ്ട്. BT കോട്ടൺ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിന്റെ മൂന്നിന്റെയും ഫോട്ടോഗ്രാഫ് ചോദ്യം ഇങ്ങനെയാണ്: ഐഡന്റിഫൈ ദ ഗിവൺ ഫോട്ടോഗ്രാഫ് ഓഫ് D എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബയോടെക്നോളജി ആണ്. ഐഡന്റിഫൈ ദ ഗിവൺ ഫോട്ടോഗ്രാഫ് ഓഫ് D വിത്ത് റീസൺ. അപ്പൊ തന്നിരിക്കുന്ന ഫോട്ടോ BT കോട്ടൺ ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് ഈസ് എ ട്രാൻസ്ജെനിക് ഇൻസെക്ട് റെസിസ്റ്റന്റ് കോട്ടൺ വെറൈറ്റി. Okay, they can resist all the type of insects because they have a foreign gene called cry gene from Bacillus thuringiensis. മക്കളെ ഈ BT കോട്ടന്റെ BT stands for BT എന്ന് പറഞ്ഞാൽ ബയോടെക്നോളജി എന്ന് അല്ല. BT means Bacillus thuringiensis. ഓക്കെ, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറഞ്ഞ ജീൻ ബാക്ടീരിയത്തിൽ നിന്നാണ് നമ്മൾ ഫോറിൻ ജീനെ എക്സ്ട്രാക്ട് ചെയ്തത്, ഐസൊലേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ വിളിക്കുന്നത് BT കോട്ടൺ. ബാക്ടീരിയത്തിന്റെ ജീനുള്ള കോട്ടൺ വെറൈറ്റി എന്നാണ് പറയാട്ടോ. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാമിന് മറക്കണ്ട. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് BT കോട്ടൺ ഈസ് എ ഇൻസെക്ട് റെസിസ്റ്റന്റ് ട്രാൻസ്ജെനിക് പ്ലാന്റ്. Resist insect groups like lepidopterans, coleopterans and dipterans because they have a foreign gene called cry gene or crystal gene. Cry gene obtained from Bacillus thuringiensis, which produce a protein called crystal protein or cry protein. They exist in different forms like cry 1AB, 2AB, cry 1AC. Cry 1AB control cone borers, 2AB and 1AC control cotton boll worms. They selectively kills the insects only because they produce in the form of protoxin within the plants or bacteria. They convert into an active toxin from the insects because from the insect's midgut the alkaline pH convert the protoxins into inactive toxins which makes pores in the epithelial tissue and the body cells finally burst open. Clear ആണ് BT കോട്ടൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ ബയോടെക്നോളജിയുടെ അഗ്രികൾച്ചർ ഫീൽഡിലുള്ള ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു BT കോട്ടൺ അല്ലേ. ഇതേപോലുള്ള മറ്റൊരു പ്രൊഡക്റ്റ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് ടൊബാക്കോ.
രണ്ടാമത്തെ പ്രൊഡക്റ്റ് അല്ല, ആക്ച്വലി ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് ആണ് ടൊബാക്കോ. അതിനൊക്കെ ശേഷമാണ് BT പ്ലാന്റ്സ് വന്നത്. ഓക്കെ, BT പ്ലാന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. BT പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ BT കോട്ടൺ മാത്രമല്ല, കുറേ BT പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ BT പ്ലാന്റ്സിന്റെയും പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞ BT കോട്ടണിൽ വരുന്ന എല്ലാ പ്ലാന്റ്സിന്റെയും പ്രത്യേകത ഇൻസെക്ട് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഏത് BT പ്ലാന്റ്സിന്റെ ക്യാരക്ടർ വെച്ചാലും എന്ത് പറഞ്ഞാൽ മതി? ഇൻസെക്ട് റെസിസ്റ്റന്റ് വെറൈറ്റി. ഇനി രണ്ടാമത്തെ പ്ലാന്റ് ആയിരുന്നു ടൊബാക്കോ. ടൊബാക്കോയുടെ പ്രത്യേകത, ദേ ആർ പെസ്റ്റ് റെസിസ്റ്റന്റ്. പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് വെറൈറ്റി ആണ് ആര്? ടൊബാക്കോ. ടൊബാക്കോ എന്ന് പറയുന്നത് പ്ലാന്റിന്റെ ഡെഫിനിഷൻ അല്ലേ? ഇറ്റ് ഈസ് ആൻ ട്രാൻസ്ജെനിക് പെസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റി. It is a pest resistant transgenic plant. Transgenic tobacco. ഇനി മക്കൾ ഈ ടൊബാക്കോയിൽ പെസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള റീസൺ നോക്കട്ടെ. ടൊബാക്കോ പ്ലാന്റ്സ് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യുന്നൊരു പ്ലാന്റ് അല്ലേ? കേരളത്തിലും അതല്ല, ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിലും കൃഷി ചെയ്യാറുണ്ട്, വളരെ കുറച്ച്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ജില്ലയാണ് നമ്മുടെ വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. ഈ കാസർഗോഡ് ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ ടൊബാക്കോ കൃഷിയുണ്ട്. ആ കൃഷി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നല്ല സാൻഡി സോയിലാണ് ടൊബാക്കോ നോർമലി കൾച്ചർ ചെയ്യുന്നത്. ഈ സോയിലിൽ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്. സോയിലിൽ കാണുന്ന ഒരുപാട് സോയിൽ ബോൺ ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്. ആ മൈക്രോബിന്റെ പേര് ആണ് നെമറ്റോഡ്. ഓക്കെ, the soil borne microbe, that is nematode. ഈ നെമറ്റോഡിന്റെ നമ്മുടെ നെമറ്റോഡ് ആരെ അറ്റാക്ക് ചെയ്യും? ടൊബാക്കോ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യും. ടൊബാക്കോ പ്ലാന്റ്സിന്റെ റൂട്ടിൽ അറ്റാക്ക് ചെയ്തിട്ട് അതിനകത്തൊരു ഡിസീസ് ഉണ്ടാക്കും. ആ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് നോട്ട് ഡിസീസ്. റൂട്ട് നോട്ട് ഡിസീസ്. ഇങ്ങനെ റൂട്ട് നോട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു നെമറ്റോഡ് ഉണ്ട്. ആ നെമറ്റോഡിന്റെ പേരാണ് നെമറ്റോഡിന്റെ പേര് ഇത് വായിച്ചു നോക്കിക്കേ. ഞാൻ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് വായിക്കാൻ പറ്റില്ല. നിങ്ങളിതിപ്പോൾ ഒരിക്കൽ വായിച്ചു നോക്കുക. ആ വായിക്കുന്നത് ഞാൻ പറയുന്ന പോലെയാണെന്നും കൂടെ നോക്കണം. വായിക്കുവാ, വായിച്ചു നോക്കുക. The nematode is known as Melodygain incognitia. Melodygain incognitia. ഓക്കെ, ഇങ്ങനെ Melodygain incognitia എന്ന് പറഞ്ഞൊരു നെമറ്റോഡാണ് എന്ത് രോഗം ഉണ്ടാക്കുന്നത്? റൂട്ട് നോട്ട് ഡിസീസ്. ആരിൽ? ടൊബാക്കോയിൽ. അങ്ങനെ റൂട്ട് നോട്ട് ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈൽഡ് കുറയും. ഓക്കെ, റെഡി? അങ്ങനെയുള്ള ബ്രോഡ് ലീവ്ഡ് പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു നെമറ്റോഡാണ് നമ്മുടെ Melodygain incognitia എന്ന് പറയുന്നത്. റൂട്ട് നോട്ട് ഡിസീസ് ആണ് ഉണ്ടാക്കുന്ന ഡിസീസ്. ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈൽഡ് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈൽഡ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഇല്ലാണ്ടാവും അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചത് ഒരുപാട് പൈസ കിട്ടും കൃഷി ചെയ്താൽ. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോരോ കൃഷികളും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷകളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി കാരണമായിട്ടുള്ളൊരു പാത്തജനാണിത്. അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ പെസ്റ്റിനെ, ഈ പറഞ്ഞ നെമറ്റോഡ് എന്ന് പറയുന്ന പെസ്റ്റിനെ ഡയറക്റ്റായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഡെവലപ്പ് ചെയ്തതെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ട്രാൻസ്ജെനിക് പ്ലാന്റ് ഡെവലപ്പ് ചെയ്തത്. ദാറ്റ് ഈസ് ടൊബാക്കോ. വാട്ട് ഈസ് ടൊബാക്കോ? ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് പ്ലാന്റ്. It is the first transgenic plant and they can resist pest. A nematode pest called Melodygain incognitia cause root knot disease in tobacco that reduce the yield. So to overcome these demerits, now we are applied a biotechnological method that we called RNA interference. RNA interference. നമ്മളതിനെ ഷോർട്ടാക്കിയിട്ട് RNAi എന്ന് പറയും.
ഓക്കെ, RNA ഇന്റർഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്തത്? ടൊബാക്കോ പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, RNA ഇന്റർഫറൻസ് മീൻസ് നമ്മുടെ ടൊബാക്കോനെ ഒരു നെമറ്റോഡ് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു അറിയോ? ഈ നെമറ്റോഡ് മെലോഡിക്കൻ ഇൻകുഗ്നീഷ്യ എന്ന് പറയുന്ന നെമറ്റോഡ് നമ്മുടെ ടൊബാക്കോന്റെ റൂട്ടിനകത്തുള്ള സെല്ലിൽ പോവും, സെല്ലിലേക്ക് എൻ്റർ ചെയ്യും. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഇവർ അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യും, അല്ലേ? നമ്മുടെ നെമറ്റോഡ് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിനകത്ത് പാത്തോജൻ്റെ നമ്പർ കൂടുമ്പോൾ ഈ പാത്തോജൻ ഈ സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ ആ സെല്ലിനകത്തും നമ്പർ ഇൻക്രീസ് ചെയ്യും. ഇതായിരിക്കും നോർമൽ ഡിസീസ് സ്പ്രെഡിങ് പ്രോസസ്സ്. ഒരു പാത്തോജൻ ഒരു സെല്ലിനകത്തേക്ക് പോയി ആ സെല്ലിനകത്ത് കിടന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തൊട്ടടുത്ത സെല്ലിലേക്ക് പോകും. ഓക്കെ, മക്കളെ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാക്കണം, അല്ലേ? എന്താണോ നമ്മുടെ പാത്തോജന്റെ ജനറ്റിക് മെറ്റീരിയൽ, ആ ജനറ്റിക് മെറ്റീരിയൽ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കണം. നോർമലി ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്നിക്കൽ ഒരു DNA ആവാം, അല്ലെങ്കിൽ ഒരു DNA ആവാം, അല്ലെങ്കിൽ RNA. ഇതാണ് നോർമൽ ജനറ്റിക് മെറ്റീരിയൽ, അല്ലേ? ഇനി സപ്പോസ് DNA ആണെങ്കിൽ DNA ഫസ്റ്റ് RNA സിന്തസൈസ് ചെയ്യും, mRNA സിന്തസൈസ് ചെയ്യും. ഇങ്ങനെ DNA RNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. നിങ്ങൾ സുവോളജി പഠിക്കും, മോളിക്കുലർ ബേസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, DNA RNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി ഈ RNA മെസഞ്ചർ RNA എന്ന് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പറയും പ്രോട്ടീൻ. ഇങ്ങനെ RNA പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ആര് ഫംഗ്ഷൻ ചെയ്യുന്നത്? DNA ഫംഗ്ഷൻ ചെയ്യുന്നത്, ജനറ്റിക് മെറ്റീരിയൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ DNA അല്ലെങ്കിൽ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ, RNA ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോട്ടീൻ ഉണ്ടായാൽ മാത്രമേ ഏതൊരു ജനറ്റിക് മെറ്റീരിയൽ ഫംഗ്ഷൻ ചെയ്യൂ. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ നടത്തും. അപ്പോൾ റെപ്ലിക്കേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റെപ്ലിക്കേഷൻ നടക്കുന്നത്. റെപ്ലിക്കേഷൻ നടന്നിട്ട് മാക്സിമം നമ്പർ ആകുമ്പോഴാണ് അടുത്ത സെല്ലിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ നോക്കുക, ഒരു നെമറ്റോഡ്, ഒരു പാത്തോജൻ, മെലോഡിക്കൻ ഇൻകുഗ്നീഷ്യ എന്ന് പറഞ്ഞ പാത്തോജൻ ടൊബാക്കോന്റെ റൂട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും, അല്ലേ? ആ പ്രോട്ടീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് മൾട്ടിപ്ലൈ ചെയ്യും? പാത്തോജൻ മൾട്ടിപ്ലൈ ചെയ്യും. ഈ പ്രോട്ടീൻ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ മീൻസ് ട്രാൻസ്ലേഷൻ മെത്തേഡിനെ പ്രിവെന്റ് ചെയ്താൽ പ്രോട്ടീൻ ഉണ്ടാവുമോ? ഇല്ല. പ്രോട്ടീൻ ഉണ്ടായിട്ടില്ലെങ്കിൽ പാത്തോജൻ ഫംഗ്ഷൻ ചെയ്യുമോ? ഇല്ല. ഓക്കെ, ഇങ്ങനെ പാത്തോജനെ ഫംഗ്ഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രോട്ടീൻ സിന്തസിസ് പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡാണ് ആര്? RNA interference. ഓക്കെ, ക്രെയ്ഗ് സി മെല്ലോ, ആൻഡ്രൂ ഫയർ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ് ആണ് ഈ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് ഇങ്ങനെയാണ്. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സ് നോർമലി നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. RNA ഇന്റർഫറൻസ് എന്ന് പറയുന്നത് എല്ലാ യൂക്കാരിയോട്ടിക് സെല്ലിനകത്തും ചില പ്രൊക്കാരിയോട്ടിക് സെല്ലിനകത്തും നോർമലി നടക്കുന്ന മെക്കാനിസം. ഒരു പാത്തോജൻ നമ്മുടെ ബോഡിക്കകത്ത് പോയി കഴിഞ്ഞാൽ ആ പാത്തോജൻ അതിന്റെ ഫംഗ്ഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രോട്ടീൻ സിന്തസിസിനെ പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡ് നമ്മുടെ ബോഡിക്കകത്തുള്ള സെല്ല് തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് നമുക്ക് ഒരു സെല്ലുലാർ ഡിഫൻസ് എന്ന് വിളിച്ചൂടെ? നമ്മുടെ സെല്ല് ഈ പറഞ്ഞ പ്രോസസ്സ് വഴി ഡിഫെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ RNA interference എന്ന് പറഞ്ഞാൽ a type of cellular defense present in all eukaryotic cell and some prokaryotic cell. Any how they defend the pathogens? They prevent mRNA translation of the pathogen. Here the cell prevent mRNA translation of the nematode Melodicae incognitia. ഇനി എങ്ങനെ നെമറ്റോഡിന്റെ mRNA ട്രാൻസ്ലേഷൻ പ്രിവെന്റ് ചെയ്യുന്നു പറയട്ടെ. നോക്കുക, നമ്മുടെ പാത്തോജന്റെ മെലോഡിക്കൻ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്ന നെമറ്റോഡിന്റെ ജനറ്റിക് മെറ്റീരിയൽ
ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. റെഡിയല്ലേ? ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും. ഏത് പ്രോസസ് വഴി? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി. ക്ലിയർ അല്ലേ? നെമറ്റോഡിന്റെ ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ആ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA പ്രോട്ടീൻ ഉണ്ടാക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ mRNA ട്രാൻസ്ലേഷൻ മെക്കാനിസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഒരു മെസഞ്ചർ RNA സിന്തസൈസ് ചെയ്യും. ആ മെസഞ്ചർ RNA പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് ബ്രെയിനിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇനി ഈ mRNA ട്രാൻസ്ലേഷൻ മെക്കാനിസത്തിന് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. എങ്ങനെയാണെന്നറിയോ? ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA നമ്മൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കിയിട്ട് മാറ്റും. റെഡി? അതിന് കോംപ്ലിമെന്റ് ആയിട്ടുള്ള ജീൻസിനൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ട് ഇതിനെ നമ്മളൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആക്കിയിട്ട് മാറ്റും. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കിയിട്ട് മാറ്റും. റെഡിയല്ലേ? ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ഈ പ്രോട്ടീൻ ആയിരിക്കും. സപ്പോസ് ഇവിടെ A എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് നേരത്തെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാക്കിയത് A എന്ന് പറയുന്ന പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ഇതിനെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പ്രോട്ടീനും ഈ പ്രോട്ടീൻ ആയിരിക്കും. അല്ല, അത് മറ്റൊരു പ്രോട്ടീൻ ആയിരിക്കും. സപ്പോസ് അത് B എന്ന് പറയുന്ന പ്രോട്ടീൻ ആണെങ്കിൽ ആ പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ട് നെമറ്റോഡിന് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത്രേ ഉള്ളൂ. ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്താക്കിയിട്ട് മാറ്റുന്നു? ഇവിടെ ടൊബാക്കോന്റെ കേസിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ ടെക്സ്റ്റിനകത്ത് പഠിക്കാനുള്ളത്. ആക്ച്വലി ഇത്ര മാത്രം പഠിച്ചാൽ പോരാ, ഇതിന്റെ ഓരോ സ്റ്റെപ്പും പഠിക്കണം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് RNA ഇന്റർഫറൻസ്? സ്റ്റെപ്സ് ഓഫ് RNA ഇന്റർഫറൻസ് നമുക്ക് പഠിക്കാൻ ടെക്സ്റ്റിനകത്ത് പഠിക്കാൻ ഇല്ല. അപ്പോൾ നമ്മൾ നോക്കുക. വാട്ട് ഈസ് ടൊബാക്കോ? ഇറ്റ് ഈസ് എ പെസ്റ്റ് റെസിസ്റ്റന്റ് transgenic plant. They can resist a nematode pest called Melodygyn incognitia, which cause root knot disease in tobacco that reduce yield. Okay, the pest can be resisted by a genetic engineering method or biotechnological method called RNA interference. RNA interference. What is RNA interference? It is a genetic engineering method in which the mRNA translation or the protein synthesis of the nematode is prevented by producing a double-stranded RNA. The protein synthesis of the nematode is prevented by, or mRNA translation of the nematode is prevented by producing a double-stranded RNA. Okay. It is a part of cellular defense present in all eukaryotic cell and in some prokaryotic cells. Okay അല്ലേ? ഇതാണ് RNA interference. ഇനി ഇതിന്റെ സ്റ്റെപ്പ്, RNA interference ന്റെ സ്റ്റെപ്സ് നമ്മൾ പിന്നീട് പഠിക്കും.